അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദേ ഇതെന്താ സാധനം എന്ന് മനസ്സിലായല്ലോ. ഗ്രാമ്പു, ക്ലോവ്സ്. ഗ്രാമ്പുവിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് എൻ്റെ അടുത്തൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡെയിലി 1-2 ഗ്രാമ്പു കഴിക്കുക. ഒന്നുകിൽ ഗ്രാമ്പു ഒരെണ്ണം അല്ലെങ്കിൽ 2 ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. ഇല്ല എങ്കിൽ നന്നായിട്ട് ചവച്ച് കഴിക്കുക. പക്ഷെ ഒരു വല്ലാത്തൊരു എരിവും ടേസ്റ്റും ആണ്. ഗ്രാമ്പുവിലുള്ളൊരു ഓയിലാണ്, നമുക്കത് ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഗ്രാമ്പു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, പല്ലിൽ പോടുണ്ട്, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഗ്രാമ്പുവിൻ്റെ ഓയിൽ നമ്മൾ കോട്ടണിൽ മുക്കി പോട്ടിൽ അപ്ലൈ ചെയ്യും. ഇല്ല എങ്കിൽ ഒരു ഗ്രാമ്പു, ഇതുപോലത്തെ ഗ്രാമ്പു നല്ല രീതിയിൽ ആ പോടിൽ വെച്ച് നന്നായിട്ട് കടിച്ചു പിടിച്ചുകൊണ്ട് വരുന്നാൽ ആ ഒരു പെയിൻ മാറും. ഇത് എൻ്റെ കുഞ്ഞറിവിലെ കാര്യമാണ്. പക്ഷേ ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിന് ഏറ്റവും നല്ലത് ഗ്രാമ്പുവാണ്. പിന്നെ ഒരു മെയിനായിട്ടൊരു കാര്യം പറയാം. നിങ്ങളുടെ ഫേസിൽ പിമ്പിൾസ് ഉണ്ടോ? പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഒരു 2-3 ഡ്രോപ്പ് വരുന്ന ക്ലോവ്സിൻ്റെ, അതായത് ഗ്രാമ്പുവിൻ്റെ ഓയിൽ എടുക്കുക. ഓയിൽ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഫേസിൽ അല്ലെങ്കിൽ പിമ്പിൾസിൽ അപ്ലൈ ചെയ്യരുത്. വെച്ചാൽ ഈ ഒരു ഗ്രാമ്പുവിൻ്റെ ഓയിൽ എടുക്കുമ്പോൾ അതിലേക്ക് ഒരു 1/4 സ്പൂൺ വരുന്ന കറ്റാർവാഴ മിക്സ് ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് ഹണി, ഇത് 3 കൂടെ മിക്സ് ചെയ്ത് ആ പിമ്പിളിൻ്റെ സ്പോട്ട് ഉണ്ടല്ലോ, ആ സ്പോട്ടിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യരുത്. ജസ്റ്റ് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു പിമ്പിൾ ജസ്റ്റ് താഴ്ന്നു പോകാൻ, നന്നായിട്ട് ഭയങ്കര വീർത്ത് ആ ഒരു സ്റ്റേജിൽ എത്തത്തില്ല, താഴ്ന്ന് നമുക്ക് ഫേസിൽ കറുത്ത പാടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതിരിക്കാനും ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു ചെറിയ ടിപ്പെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയും യൂസ് ചെയ്യാം, പക്ഷേ ഒരു സ്പോട്ടിൽ മാത്രമേ യൂസ് ചെയ്യാവൂ, അല്ലാതെ യൂസ് ചെയ്യില്ല. ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നല്ലേ, മോർണിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാമ്പു കഴിക്കാം. ഇല്ല എങ്കിൽ തിളപ്പിച്ച വെള്ളം നാച്ചുറലാണ്. കൊച്ചു കുട്ടികൾക്ക്, ഒരു 10-12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും കൊടുത്തേക്കരുത്. അതിന് മുതിർന്ന ആൾക്കാർക്കും അവർക്കും ലേഡീസിനായാലും ജെൻസിനായാലും ആൾക്കാരും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പും കൂടെയാണ്. നാച്ചുറലാണ്. റിങ്കിൾസ് അങ്ങനത്തെ കാര്യങ്ങൾ മാറി സ്കിന്നിനും നല്ലതാണ് ക്ലോവ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫേസ് പാക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ക്ലോവ്സ് ഗ്രാമ്പൂവിൻ്റെ പൗഡർ യൂസ് ചെയ്യാറ്. പക്ഷെ ഒരു പിഞ്ച് മാത്രം, എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നീറ്റലായിരിക്കും. ഫേസ് പാക്കിലൊന്നും കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പൊള്ളുന്ന രീതിയിൽ നീറ്റലുണ്ടാവും. അങ്ങനെയൊന്നും അപ്ലൈ ചെയ്തേക്കരുത്. ഈ രീതിയിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എങ്ങനെയാണെന്നല്ലേ, ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിന്, അതുപോലെ തന്നെ പല്ലിൽ പോട് ആ ഇഷ്യൂസ്, പിന്നെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ അതിനും ഈ ആ സ്പോട്ടിൽ മാത്രം ഗ്രാമ്പു ഓയിൽ, അതും പിന്നെ വരുന്നത് കുറച്ച് കറ്റാർവാഴ, പിന്നെ ഹണി, ഇത് 3 കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ്സ് വെച്ചതിന് ശേഷം അതൊന്ന് വാഷ് ചെയ്യുക. ഇത് ഇത്രയും ചെയ്താൽ മതി. ഇത് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഗ്രാമ്പുവിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാമല്ലോ എന്താണെന്ന്. ടേസ്റ്റിയൊന്നുമല്ല, പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് ബെസ്റ്റ് വണ്ണാണ് ഗ്രാമ്പു.